വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ പ്രണയകഥ അങ്ങോട്ട് പറയാൻ പോവാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് മാള ഇട്ടിയിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ സുജേച്ചേട്ടൻ എവിടേക്ക് എങ്ങനെ വന്നതെന്നുള്ളത് സുജേച്ചേട്ടൻ പറയും. ബാക്കി ഞാനെങ്ങനെ വന്നതെന്നുള്ളത് ഞാൻ കേട്ടോ. ഞാൻ വന്നെന്ന് പറയാനായിട്ട് ഭയങ്കര സ്റ്റോറിയാണ്. അതായത് +2 കഴിഞ്ഞ് ഞാൻ ഡയറക്ഷനിൽ +2 അല്ല 10ാം ക്ലാസ്സല്ലേ അതെ +2 കഴിഞ്ഞ് ഞാൻ നേരെ വീടിൻ്റെ അടുത്തുള്ള ഒരു അച്ഛൻ്റെ പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് സെമിനാരിൽ പോയി. അവിടെ പോയി കഴിഞ്ഞാൽ പഠിക്കാൻ പറ്റും, വലിയ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആണ്ടോടെ അങ്ങോട്ട് പോയി. CMI ഒരു ഇതായിട്ട് സഭയുടെ ഭാഗമായിട്ട് UP-യിലായിരുന്നു, ഉത്തർപ്രദേശ്. അപ്പം അവിടെ പോയി കുറച്ചാൾ കഴിഞ്ഞൊരു 1.5-2 മാസം പിടിച്ചു നിന്നുള്ളൂ കേട്ടോ. അവിടെ നിന്ന് ആകെ പ്രശ്നമായിട്ട് ഞങ്ങൾ കുറച്ച് പേരെല്ലാവരും കൂടി പറഞ്ഞു വിട്ട് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴേക്കും പിന്നെ അഡ്മിഷനൊക്കെ കഴിഞ്ഞ് ആകെ പെട്ട്. അപ്പം അങ്ങനെ നിൽക്കണ സമയത്ത് 1 വർഷം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേറെ കോഴ്സൊക്കെ തപ്പാണ്. അപ്പം അങ്ങനെ തപ്പിയണ സമയത്ത് AC മെക്കാനിക്കായിട്ട് പോവാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തപ്പി. പക്ഷെ അതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ച് സീറ്റൊക്കെ റെഡിയായി. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ITIയിൽ ഇങ്ങനെ കുറേ വേക്കൻസികൾ ഉണ്ടെന്നൊക്കെ കേട്ടത്. അപ്പം അങ്ങനെ ITIയിൽ അപ്ലൈ ചെയ്തു. അങ്ങനെ ITIയിൽ അപ്ലൈ ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മാള ITIയിൽ എനിക്ക് കിട്ടണത്. അങ്ങനെയാണ് ഞാൻ മാള ITIയിൽ പോണത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ കൂടി ഞങ്ങൾ ഒരുമിച്ചാണ് പോണത്. അപ്പോൾ എനിക്ക് കിട്ടിയത് നമ്മുടെ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിവിഷൻ, ഫുഡ് പ്രൊഡക്ഷൻ എന്തൊരു സാധനം അത് പോയി. അപ്പോൾ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് 1 വർഷം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഡിഗ്രിക്ക് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ ഇങ്ങനെ ITIയിലൊക്കെ വന്ന് ജോയിൻ ചെയ്ത് സമയത്താണ് ഇവിടെ കാണുന്നത്. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഞാൻ വന്നത് ഞാൻ പറയട്ടെ. സുജ ജോയിൻ ചെയ്ത് 1 മാസം ഉണ്ടല്ലേ ഞാൻ വന്നേ. 1 മാസം കഴിഞ്ഞിട്ട് അപ്പം ഞാൻ +2 കഴിഞ്ഞിട്ടാണ് നിൽക്കുന്ന സമയത്ത് തന്നെ ITI പഠിച്ച് പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടുന്നുള്ള ഇതായിരുന്നു അന്നത്തെ ഇത്. അപ്പോൾ ചർച്ചകൾ പറഞ്ഞ പേപ്പറിൽ ഇങ്ങനെ അവിടെ ഫുഡ് പ്രൊഡക്ഷനിൽ ഒഴിവുണ്ടെന്ന്. അപ്പോൾ എന്നിട്ട് ഫുഡ് പ്രൊഡക്ഷനൊന്നും നമുക്ക് സംഭവം അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സീറ്റ് ഒഴിവ് കണ്ടപ്പോൾ ഞാനും എൻ്റെ വീടിനടുത്തുള്ള ചേച്ചിയും കൂടി ഒരുമിച്ചാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അന്ന് ക്ലാസ്സിൽ 40 ബോയ്സ്, 2 ഷിഫ്റ്റ് ആയിരുന്നു. ഇവരുടെ 20 ബോയ്സ് വേറെ, പിന്നെ വേറെ 20 ബോയ്സ്. ഞങ്ങളിപ്പോൾ 20 ബോയ്സിൻ്റെ ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം അന്ന് ചെന്നിട്ട് പിന്നെ എനിക്ക് ബോയ്സ് മാത്രമുള്ള കാരണം അങ്ങനെ ഞങ്ങൾ 2 ഗേൾസ് ഉണ്ടായുള്ളൂ ആകെ. അപ്പം അങ്ങനെ വന്ന കാരണം എനിക്ക് അപ്പോൾ പോകാൻ മടിയായിട്ട് ഞാൻ തിരിച്ചു പോകും. അപ്പം തിരിച്ച് പോന്നിട്ട് പിന്നെ വീണ്ടും അവിടുത്തെ സാറ് വിളിച്ചു, ഇങ്ങനെ ഒഴിവുണ്ട് വരുന്നില്ലെന്ന് ചോദിച്ചിട്ട് പിന്നെ 1 മാസം കണ്ട് ചെല്ലണത്. അപ്പം അതാണ് എന്താ പറയുക, വിധി എന്നൊക്കെ പറയില്ലേ. നമ്മൾ തിരിച്ച് പോന്നിട്ടും പിന്നെ 2ാമത് ഞാൻ അവിടേക്ക് ചെന്നിട്ട് ഞാൻ വേറെ ക്ലാസ്സിലായിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങളെ ഇവരുടെ ക്ലാസ്സിലോട്ട് മാറ്റിയതാണ്. ഞങ്ങൾ അവരുടെ കൂടെ ഒരു മാസം കണ്ട് പഠിച്ചിട്ടുണ്ട്. വേറെ ഷിഫ്റ്റുകാരോട് 20 ബാച്ചിൻ്റെ കൂടെ ഞാനും എൻ്റെ കൂടെയുള്ള ചേച്ചിയും കൂടി ഞങ്ങൾ അവരുടെ കൂടെയാണ് ക്ലാസ്സിൽ പഠിച്ചത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളെ ഇവരുടെ ക്ലാസ്സിലോട്ട് മാറ്റിയതാണ്. അപ്പോൾ എനിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ല. കാരണം അവിടെ നല്ല കൂട്ടായ കമ്പനിയൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവരുടെ ക്ലാസ്സിലോട്ട് ഞങ്ങൾ മാറ്റി. അപ്പോൾ ഇവരുടെ ക്ലാസ്സിലോട്ട് മാറ്റിയപ്പോൾ സിജോനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. സിജോ ഭയങ്കര പാവമായിരുന്നു കേട്ടോ. ബാക്കി എല്ലാ ബോയ്സിനെങ്കിൽ പേടിയല്ല. ഞാൻ അങ്ങനെ ബോയ്സ് മാത്രമേ ഉണ്ടായുള്ളൂ. ഞങ്ങൾ പിന്നെ 3 ഗേൾസും ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 ഗേൾസും ബാക്കി 20-21 കണ്ട് ബോയ്സ് അവർ മാത്രം. അപ്പം അതിൽ സിജോനെ ഭയങ്കര പാവമായിരുന്നു അന്ന്. എനിക്ക് അങ്ങനെ തോന്നി. അപ്പം ഞാൻ സിജോൻ്റെ അടുത്ത് കൂടുതൽ കമ്പനി. അപ്പം എല്ലാം സിജോന് ഭയങ്കര നന്നായി സംഭവം. ഞാൻ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ കേട്ടോ. ബാക്കി ഫ്രണ്ട്സ് കുഴപ്പമില്ല, അങ്ങനെയല്ല പറഞ്ഞ, എന്നാലും ഒരാളായിട്ട് എനിക്ക് സിജോനായിരുന്നു. പിന്നെ കൂടെ 3-4 പേരുണ്ടായിരുന്നു, 7 പേര്. അപ്പോൾ 5 ബോയ്സും ഞങ്ങൾ 3 ഗേൾസും, അങ്ങനെ 7 പേരായിരുന്നു ഗ്യാങ്. അപ്പം അതായത് പിന്നെ ഞങ്ങളുടെ കൂടെ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടെയുള്ള. അപ്പം അതൊന്നും ഞങ്ങളിപ്പോൾ തുറന്ന് പറയുന്നില്ല. അപ്പം അങ്ങനെ അപ്പം അതിലും ഈ 7 പേരുണ്ടെങ്കിൽ കൂടിയിട്ട് അവരൊക്കെ പല ഇതായിരുന്നു. 2 പേർക്ക് വേറെ അഫയർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മാത്രമേ അപ്പോഴും കൂടുതൽ കമ്പനി ആയിട്ടിരുന്നായിരുന്നു അല്ലേ.
പിന്നെ എപ്പോഴും ഇഷ്ടമാന്ന് പറഞ്ഞത് എപ്പോഴാന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ മെസ്സേജ് അയക്കലോ ഇഷ്ടണ്ടായിരുന്നു ഇഷ്ടണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയി മാറി. പിന്നെ അങ്ങനെ എപ്പോഴും സുജി ഇഷ്ടാന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ഞാൻ സുജല്ലാണ്ട് നല്ല ഇഷ്ടം തോന്നി. സുജന് കൊറേ ഇങ്ങനെ ഉള്ള ഉണ്ടായിരുന്നു ഓർമ്മയില്ലാത്തവർക്ക്. അവിടെ തന്നെ കൊറേ പേരിങ്ങനെ സുജോ മരിച്ചു കൊണ്ടിട്ട് കൊടുത്തില്ലേ. അപ്പൊ ഞാൻ കയറി കൊളത്തിയപ്പോ പിന്നെ അമ്മ അങ്ങനെ ഇരുന്നു. സുജന ഓർമ്മയില്ല എന്ന് പറഞ്ഞ അങ്ങനെ ഓർമ്മയില്ല, കറക്റ്റ് ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ മെസ്സേജ് അയച്ച് അങ്ങനെ. പിന്നെ എന്നിട്ട് ആ ഫസ്റ്റ് എന്റെ റെക്കോർഡ് സിജ വരയ്ക്കാൻ കൊണ്ടേ അങ്ങനെയാണ് തുടങ്ങി. ഇങ്ങനെ റെക്കോർഡ് വരയ്ക്കാൻ കൊണ്ടേ എന്റെ റെക്കോർഡ് ഇതൊരു ക്ലാസ്സിൽ വന്നില്ല. അപ്പൊ ഞാൻ അത്യാവശ്യം ഡ്രോയിങ് ചെയ്യും. അങ്ങനല്ല, എന്റെ റെക്കോർഡ് സിജോ കൊണ്ടാണ്. സിജ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നാളെ ബസ്സിൽ കയറിക്കാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ ഞാൻ എഴുതിയപ്പോ എന്റെ പറഞ്ഞു ഹാൻഡ് റൈറ്റിങ്ങും നന്നായിട്ട് നല്ല രസമായിട്ട് വരച്ചത് കാണാനൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നില്ല. അന്ന് എന്തോ ആ ഒരു കല്യാണം ഞാൻ ക്ലാസ്സിൽ പോയില്ല. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് പറഞ്ഞു നീ ഇല്ലാണ്ട് എനിക്ക് ഒരു സുഖം ഉണ്ടായില്ല, ഇന്നലെ ഭയങ്കര ഒരു രസം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ നമുക്ക് തോന്നി നമ്മളെ കുറിച്ച് ഒരാളിങ്ങനെ ഇതായിട്ട് പറയുമ്പോ നമുക്ക് സംഭവിക്കട്ടെ. അങ്ങനെ പിന്നെ എല്ലാവരും ഞാൻ കളിയാക്കാൻ തുടങ്ങി. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരിക്കലും ഇഷ്ടത്തിലാവില്ല, നല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെ പറഞ്ഞു. വെട്ടി വെച്ചു കോളേജ് കഴിഞ്ഞിട്ട് ഉമ്മ ഇഷ്ടത്തിലാവുന്നുണ്ട്. അപ്പൊ ഉള്ളിൽ ഇഷ്ടം ഉണ്ടായിരുന്നു, നമ്മൾ തുറന്നൊന്നും പറഞ്ഞില്ല കേട്ടോ അന്നൊന്നും. പിന്നെ ലാസ്റ്റ് മാർച്ച് ഏപ്രിലോ ആ ക്ലാസ് കഴിയണേന്റെ ലാസ്റ്റ് അങ്ങാണ് പറഞ്ഞത്. അത്ര ഉള്ളിലുണ്ടാകാൻ പറഞ്ഞൊന്നുമില്ല. ലാസ്റ്റ് കോഴ്സിക്ക് മാർച്ചില് ഏപ്രിൽ അങ്ങനെ പറഞ്ഞേക്കണേ. അത് കഴിഞ്ഞ് പിന്നെ 2 മാസം കഴിഞ്ഞപ്പോ ക്ലാസ് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നീട് അത് കഴിഞ്ഞിട്ട് അത് 2010 അല്ലെ 2010 അത് കഴിഞ്ഞ് പിന്നെ 2015 സിജോന് ഓർമ്മയില്ല. സിജോന് അന്ന് ഞങ്ങൾ ഒരുമിച്ച് ബസ്സിൽ വരണ ആ ബസ്സിൽ ഒരു കൊച്ചായിട്ട് സിജോ കണ്ണും കണ്ട് അതും സിജം എന്നോടങ്ങണ്ട പറഞ്ഞേ ആ പെൺകുച്ചിനെ നോക്കി, ആ പെൺകുച്ചിന് മുടി കെട്ടിയേക്കണ നോക്കി, അങ്ങനെയൊക്കെ എന്റെ അടുത്തൊന്ന് പറയാറ്. സിജോ വായി നോക്കണ കാര്യമൊക്കെ എന്റെ അടുത്തൊന്ന് പറയാറ്. സിജോന് മുമ്പ് ഒരു വീടിന്റെ അടുത്ത് 2 പെൺപിള്ളേരെ ദീപ്തി ആൻസിൽ സിജോന് ഓർമ്മ, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇപ്പൊ അത്. ആ പെൺകുട്ടികളൊക്കെ നോക്കിയ കാര്യമൊക്കെ സിജോന്റെ അടുത്തൊന്ന് പറഞ്ഞേ. അതൊക്കെ അതെ അവരൊക്കെ എവിടെയെന്ന് പോലെ അറിയില്ല കേട്ടോ. അങ്ങനെ അപ്പൊ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാവില്ല. അതിന് പിന്നെ 2010 കഴിഞ്ഞു. പിന്നെ 2011 ഇപ്പൊ സിജു പിന്നെ അവിടെ പോളിടെക്നിക്കിൽ പഠിക്കാൻ പോയി അല്ലേ. ഞാനിപ്പോ ചാളുകളിൽ വേറെ കോഴ്സ് ചെയ്യാൻ പോയി. അത് 2011, 2012, 2013, 2014 ഒരു 11 വർഷത്തിന്റെ ഇടയ്ക്ക് ഞങ്ങള് കാണലുണ്ടായിരുന്നു. ഡെയിലി കാണലൊന്നുമില്ല, വിളിക്കലുണ്ടായിരുന്നു. പിന്നെ സിജോ പോളിടെക്നിക്കിൽ പോയി, ഞാൻ 3 വർഷം വേറെ കോഴ്സ് പോയി. പിന്നെ സിജോ ബികോമിന് കൊമേഴ്സ് അക്കാഡമി പോയി, ഞാനും അവിടെ എത്തി. അപ്പൊ ഞങ്ങൾക്ക് എങ്കിലും അങ്ങനെ സിജോൻ ആ സമയത്ത് അതിനുള്ള ഏജ് ആയിട്ടില്ലല്ലോ, അപ്പൊ ജോലി ആയിട്ടില്ല സ്ഥിരമായിട്ട്. എനിക്കാണെങ്കിൽ വീട്ടിലൊരു 18 വയസ്സിൽ തുടങ്ങി എനിക്ക് ആലോചന നന്നായിട്ട് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു. ഇത് തന്നെ എനിക്ക് പറ്റില്ലായിരുന്നു, പിരിയാനുള്ള വരെ വിഷമമായിരുന്നു. അപ്പൊ സിജോൻ ജോലിയൊക്കെ ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓപ്പണായി പറയാനുള്ള കുറെ ഫാമിലിന്നായാലും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ഞങ്ങളുടെ സ്റ്റോറി മാത്രം ചുരുക്കാണ് പറയണേ. എന്നിട്ട് പിന്നെ അങ്ങനെ പോയിട്ടോ. പിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ വെച്ച് കാണാറുണ്ട്. എന്നിട്ട് വേണ്ടേ പിന്നെ ഞങ്ങള് സ്റ്റാൻഡിലൊക്കെ വെച്ച് കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. പിന്നെ സിജോന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ആഷില്. ആഷില് ഞങ്ങളോട് എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ എവിടെ ഉണ്ടോ അപ്പൊ ആഷിയുടെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ സെറ്റ് ചെയ്ത് പോയി. നമ്മുടെ എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, കോമൺ ഫ്രണ്ടാണ്, ആഷിൽ എന്നാണ് അവന്റെ പേര്. അവനായിരുന്നു എല്ലാത്തിനും നമ്മുടെ കൂടെ കറങ്ങാനും കാര്യങ്ങൾക്കും ഒക്കെ വരാറുള്ളത്. ഞങ്ങൾ അത്ര ഡീപ്പ് ഫ്രണ്ട്സ് ആണ്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അങ്ങനെ തന്നെ പോകുന്ന റിലേഷൻ ഇതുവരെയായിട്ട് ബ്രേക്ക് ആയിട്ടൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതായിരുന്നു അന്നും ഇന്നും കൂടെ ഇപ്പോഴും നിൽക്കുന്നത്. അല്ല വേറെ ഫ്രണ്ട്സ് ഉണ്ട് ഒരുപാടല്ല. ഞങ്ങളൊരു കേസിൽ അവൻ്റെ ഇടയിൽ
ഇപ്പോഴും ഉണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങള് മനസ്സിലാക്കി കൂടുന്നത് ആഷിലാണ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ ഞങ്ങളുടെ ഓരോ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കല് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. നിങ്ങളുടെ ഫാമിലീസ് തമ്മിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കാസ്റ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഫാമിലീസിന്റെ ഇടയില്. എന്റെ ഫാമിലിയിൽ അങ്ങനെ ഡിഫറെന്റ് കാസ്റ്റ് ആയിട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അവളുടെയും അതുപോലൊക്കെ തന്നെ. അല്ല, ഞങ്ങളുടെ അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ക്രിസ്ത്യനത ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്റെ വീട്ടിൽ ഭയങ്കര വിഷമമായിരുന്നു. അമ്മയ്ക്ക് എങ്ങനെ ഇരിക്കും, ചേട്ടനൊക്കെ സിജോനൊക്കെ ഒരു സമയത്ത് സിജോനെ കാരണം അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര അത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായിട്ട് മെയിൻ ആയിട്ട് നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നില്ല. മീൻസ് ജോലി ഉണ്ടായിരുന്നില്ല, സ്ഥിര വരുമാനം ഉണ്ടായിരുന്നില്ല. പിന്നെ എന്റെ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്കൊരു തീരുമാനം എടുക്കാനും പറ്റാത്തൊരു ടൈമൊക്കെ ആയിരുന്നു. പിന്നെന്താണ് പിന്നെ ഞാൻ അങ്ങനെ ഒരു നാളിലാണ് ഇങ്ങനെ ഗൾഫിൽ വന്നതും ഇവിടെ വന്ന് കുറെ ജീവിതം പഠിച്ച് നമ്മള് ഒന്നും അല്ലായിരുന്ന സമയത്ത് പെട്ടെന്നൊരു ദൈവത്തിന്റെ ഒരു വിളി പോലെ നമ്മളൊരു സഹായം, മീൻസ് ഒരു പുതിയൊരു വാതിൽ ഓപ്പണായി നമുക്ക് ജീവിക്കാനുള്ളത്. അപ്പൊ അങ്ങനെ നമ്മളിവിടെ വന്ന് കുറെ സ്ട്രഗിളിങ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിലൊക്കെ. പിന്നെ അങ്ങനെ നമ്മൾ കയറി പോകുന്നു. ആ സമയത്തും നമ്മളിങ്ങനെയുള്ള എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹിച്ച ഒരു പെണ്ണിനെ ചതിക്കാനായിട്ട് എനിക്ക് പറ്റത്തില്ല എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ടേക്ക് ഇങ്ങനെ പോയി ലാസ്റ്റ് മൊമെന്റിൽ വീട്ടുകാരെല്ലാവരും സമ്മതിച്ച് അങ്ങനെ ഞങ്ങള് പിന്നെ നാട്ടിൽ ജീവിക്കണമെങ്കിൽ അറിയാലോ, ഒരു കാസ്റ്റ് എന്തായാലും മസ്റ്റാണ്. 2 കാസ്റ്റിലൊക്കെ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. അതുകൊണ്ട് അവൾക്കും പിന്നെ അങ്ങോട്ട് പറഞ്ഞതിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ വീട്ടുകാർക്കും. അപ്പൊ അങ്ങനെ നമ്മള് പിന്നെ നമ്മള് ക്രിസ്ത്യൻ മതത്തിലേക്ക് തന്നെ വരാനുള്ള കുറെ പ്രശ്നങ്ങളുണ്ടായി. അതും ഞാനൊരു 45 ഡേയ്സ് ലീവിന് നാട്ടിൽ പോയി ഒരുപാട് പള്ളിയിലെ കുറെ കാര്യങ്ങളൊക്കെ പിന്നാലെ നടന്ന് അവളെ ഇങ്ങോട്ട് മാറ്റി. അങ്ങനെ നമ്മള് ലാസ്റ്റ് മൊമെന്റില് കല്യാണം കഴിച്ച് വീട്ടിലെത്തി. പിന്നെ അല്ല, അതിന്റെ ഇടയിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടുകാരുടെ രണ്ടും ആർക്കും സപ്പോർട്ടായിരുന്നില്ല. പിന്നെ നമ്മളെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോ ഈ നമ്മളറിയാവുന്ന ഇപ്പൊ എന്റെ റിലേഷൻ അറിയാവുന്ന ആൾക്കാർ പോലും അറിഞ്ഞോട് ചോദിക്കുന്ന കല്യാണം കഴിക്കണ്ട. അന്നൊക്കെ 27 വയസ്സായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 25 ആ സമയത്തെ കാലത്ത് ചോദിക്കുള്ളൂ ഫംഗ്ഷനൊക്കെ പോകുമ്പോ. അപ്പൊ ഫാമിലിയുടെ മുമ്പിൽ ചോദിക്കാം എന്താ നോക്കണില്ലേ കല്യാണം എനിക്ക് ഒരു വശമുണ്ടോ അങ്ങനെ കുറച്ച് പ്രശ്നമായിരുന്നു. പിന്നെ എനിക്ക് കാസ്റ്റ് മാറാന്ന് വെച്ചാൽ അതും വലിയൊരു ഞാൻ ശരിക്കും ഞാൻ ഡെയിലി അമ്പലത്തിലൊക്കെ പോയി ഭയങ്കര ശിവഭക്ത. അതെന്നെ അറിയാവുന്ന ആൾക്കാർ അറിയിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെ കേട്ടോ. ഡെയിലി അമ്പലത്തിൽ പോകും. അങ്ങനെ ഒരു ക്യാരക്ടർ എനിക്ക് ഇതിലേക്ക് മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും പറ്റത്തില്ലായിരുന്നു. പക്ഷെ എന്താ നമുക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കാസ്റ്റ് മാറിയേ പറ്റൂ. അപ്പോൾ ദൈവത്തിന് നമ്മൾ അറിയാലോ. കാരണം ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ച്. അപ്പൊ എനിക്ക് ഈ വിശ്വാസമാണ്, എനിക്ക് എന്റെ ദൈവം ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ നേടി തന്നതാണ് ദൈവം. അപ്പൊ ഞാൻ കാസ്റ്റ് മാറിയാലും അത് ആൾക്ക് തന്നെ അറിയാലോ. അങ്ങനെ നമ്മള് വീട്ടുകാരെ സംബന്ധിച്ച് വീട്ടുകാർക്കും ആദ്യം വിഷമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനായാലും അമ്മയ്ക്കും കാസ്റ്റ് മാറുമ്പോ മോള് അങ്ങനെ മാറുമ്പോ പിന്നീട് നമ്മുടേതായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു വിഷമം അതെന്തായാലും ഉണ്ടാവില്ല. ഇത്രയും വർഷം നമ്മൾ വിശ്വസിച്ച രീതിയിൽ നമ്മൾ മാറണത്. അപ്പോ പിന്നെ ഞാനും പിന്നെ സിജോന് എന്നെ അറിയാം, എനിക്ക് സിജോനെ അറിയാം. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ട. അപ്പൊ ഞാൻ അങ്ങനെ കാസ്റ്റ് മാറി. അത് ഇതേപോലെ ഒരുപാട് നമ്മള് ഇരിഞ്ഞാലക്കൂടെ പോയി മെത്രാനൊക്കെ കണ്ട് അവിടെ സൈൻ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ധ്യാനത്തിന് പോയി. അങ്ങനെ കുറേ ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ കല്യാണത്തിലേക്ക് വരുന്നത്. അപ്പൊ സിജോ ലീവിന് വന്ന ഏത് വർഷം 2021 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ വർഷം സിജോ നാട്ടിലേക്ക് വരണം. അത്രയും സമയം കല്യാണത്തിന് ഒരു ഇതുണ്ടായില്ല കേട്ടോ, വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ലാസ്റ്റ് ടൈമിലാണ് സിജോ നാട്ടിലേക്ക് വന്ന് 10 ദിവസത്തിനുള്ളിലാണ് കല്യാണം നമ്മുടെ ശരിയാണ്. കാരണം ആ സമയത്ത് കോവിഡ് നടക്കുന്ന സമയമാണ്. അപ്പൊ സിജോ ഇവിടുന്ന് മാലയൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കുള്ള താലിമാലൊക്കെ എങ്ങനെ നമ്മൾ കല്യാണം കഴിക്കുന്നുള്ളതാണ് വന്നത്. 35 ദിവസം ലീവിന് വന്നേ 40 ദിവസം നമ്മൾ മറ്റേ രജിസ്റ്റർ മാരേജോ രജിസ്റ്റർ മാരേജ്
ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം നോട്ടീസ് ബോർഡ് ഇടും 30 ദിവസം. അപ്പൊ 40 ദിവസം വേണമല്ലോ. കാരണം നമ്മളിവിടെ വന്ന് അപ്ലൈ ചെയ്ത 30 ദിവസം നോട്ടീസ് ബോർഡിൽ ഇട്ട് ആരെങ്കിലും എതിർപ്പൊന്നും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിക്കാന്ന് കരുതി. കാരണം വീട്ടിൽ സമ്മതിക്കും. എന്റെ വീട്ടിൽ ഏകദേശം ആ സമയമായപ്പോഴേക്കും ഇത്രയും ഏജ് ആയിട്ടും ഞാൻ വേറെ സമ്മതിക്കാണ്ട് നിന്ന കാരണം പിന്നെ എന്റെ വീട്ടിൽ കുറച്ച് ഇതായിട്ടോ. പിന്നെ വീട്ടുകാർ പ്രശ്നം ഉണ്ടായില്ല. എന്റെ വീട്ടിൽ ഏകദേശം പകുതി സമ്മതമായിരുന്നു, പകുതിയല്ല മുഴുവനും സമ്മതമായിരുന്നു. പിന്നെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിജോ അവിടുന്ന് വന്ന് നമ്മൾ ഇതൊക്കെ ചെയ്യാന്നുള്ള ഇതിൽ വരുന്ന സമയത്ത് എനിക്ക് കോവിഡ് പോസിറ്റീവായി. സിജോ അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് എനിക്ക് അന്ന് ഭയങ്കര പനി തുടങ്ങി, തലവേദനയൊക്കെ തുടങ്ങി. അപ്പൊ അന്ന് ഞാൻ തലേദിവസം ടെസ്റ്റ് ചെയ്തു. സിജോ നാട്ടിൽ എത്തണം അന്ന് എനിക്ക് എന്റെ റിസൾട്ട് വന്നു കോവിഡ് പോസിറ്റീവ് ആയി എന്നുള്ളത്. അപ്പൊ ഞാൻ സിജോന്റെ ഫ്രണ്ട് ആഷിനെ വിളിച്ച് പറഞ്ഞു, എടാ ഈ കോവിഡ് പോസിറ്റീവ് ആയി 10-15 ദിവസത്തേക്ക് നമ്മൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. സിജോ 40 ദിവസത്തിനാണ് വന്നേക്കണത്. അപ്പൊ ഞാൻ പുറത്തിറങ്ങാതെ എനിക്ക് ഈ സംഭവം സൈൻ ചെയ്യാനും അവിടെ ചെല്ലാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ ആകെ പെട്ടു. കാരണം 10-15 ദിവസം കഴിഞ്ഞിട്ടാണ് കോവിഡിന്റെ ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി. പിന്നെ ആകെ ഒരു 20 ദിവസമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിനുള്ളിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെ. അങ്ങനത്തെ അന്ന് ഭയങ്കര ടെൻഷനാണ്, എന്ത് ചെയ്യുന്ന അറിയണം. അങ്ങനെ സിജോനും നാട്ടിൽ വന്ന ഒരാഴ്ച എങ്ങാണ്ട് കോവിഡിന്റെ ആ സമയമല്ല. അപ്പൊ നമ്മള് ഗൾഫിൽ നിന്ന് വന്നേ മതി ഇരിക്കണല്ലോ, ഒരാഴ്ച വീട്ടിലിരുന്നു. അങ്ങനെ വീട്ടിൽ ആ സമയത്ത് സംസാരിച്ചപ്പോഴാണ് അല്ലേ അമ്മയിട്ട് സിജോ പറയും സിജോന്റെ വീട്ടിൽ എങ്ങനെയാണ് സംസാരിച്ചതെന്ന് കാര്യം. അല്ല, നമ്മള് ഒരേ സ്റ്റാൻഡിൽ നിന്ന് രണ്ടാളും ഒരേ സ്റ്റാൻഡിൽ എന്തായാലും കെട്ടുള്ളൂ എന്നുള്ള ലെവലിൽ നിന്ന് കഴിഞ്ഞപ്പോ അത് ഏത് പ്രണയത്തിനാണെങ്കിലും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്ന ഒരേ സ്റ്റാൻഡില് സംസാരിച്ചു കഴിഞ്ഞപ്പോ പിന്നെ വീട്ടുകാർക്കും വേറെ ഓപ്ഷൻ ഇല്ലാതെ ഞാൻ പറഞ്ഞ എന്തായാലും ഞാൻ കിട്ടുള്ളൂ, ഇവളെ കിട്ടുള്ളൂ. ആ ലെവലിൽ നിന്ന് കഴിഞ്ഞപ്പോ അവളും അതുപോലെ തന്നെ നിന്നു. അങ്ങനെ രണ്ട് ഫാമിലീസിനും വേറെ ഓപ്ഷൻ ഇല്ലാതെ അപ്പൊ അങ്ങനെ അത് പള്ളിയിൽ വെച്ച് അമ്മ പറഞ്ഞു, പള്ളിയിൽ വെച്ച് എന്തായാലും കല്യാണം കഴിക്കണം, പോസ്റ്റ് ഓഫീസിലൊന്നും പറ്റത്തില്ല. ആ ഒരു ഡിമാൻഡ് ഓക്കെ, അവരുടെ ന്യായമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഞാനും അക്സെപ്റ്റ് ചെയ്തു. അപ്പൊ അങ്ങനെ ഞങ്ങള് പള്ളിയിൽ വെച്ച് നടത്താനുള്ള കാര്യങ്ങൾ പിന്നീട് ചെയ്തു. അങ്ങനെ കല്യാണം കഴിച്ചു. പിന്നെ ഞങ്ങള് അതിന്റെ ഇടയ്ക്ക് അവിടെയും പോയിട്ട് രജിസ്റ്റർ ചെയ്യാനും ഞാൻ ചെയ്തിരുന്നു കേട്ടോ. അതിന് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മളെന്റെ ഇതായി മാറി നെഗറ്റീവ് ആയിട്ട് പിന്നെ അവർ പിന്നെ ഒരാഴ്ച ഇരിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരാഴ്ച ഇരുന്നില്ല. സിജോ അപ്പോഴേക്കും കാറ് കൊണ്ടുവന്നു. ഞാൻ എന്റെ നെഗറ്റീവായി വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സിജോ കാറ് കൊണ്ടുവന്ന് ഞാൻ കാറിൽ കയറി പോയി. ഞങ്ങൾ ഇരുന്നുള്ള പരിപാടി ചാലക്കുടി ചെന്ന് അപ്ലൈ ചെയ്യാൻ നമുക്ക് സമയമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ സാക്ഷികൾ വേണമായിരുന്നു. ഇരിഞ്ഞാലക്കുട മെത്രാൻ അവിടെ നമ്മൾ സൈൻ ചെയ്യും, സാക്ഷികൾ വേണം നമ്മുടെ വീട്ടിൽ നിന്ന്. അപ്പൊ ചേച്ചി അമ്മയും കൂടി, എൻ്റെ അമ്മയും ചേച്ചിയും വന്നു. രണ്ടാമത് ഫസ്റ്റ് സിജോന്റെ അമ്മയും ഞാനും സിജോനും കൂടിയാണ് പോയത്. കണ്ട് സംസാരിച്ചു, ആളെ കണ്ട് സംസാരിച്ചു. അതുകൊണ്ട് പിന്നെ അമ്മയും ചേച്ചിയും വന്നു. പിന്നെ ഞങ്ങള് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാനായിട്ട് എല്ലാവരും ഒരുമിച്ച് അമ്മയുണ്ടായിരുന്നു അവിടെ നിന്ന്, എൻ്റെ ചേച്ചി അമ്മേൻ്റെ വീട്ടിൽ നിന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഡ്രസ്സ് എടുക്കൽ കഴിഞ്ഞു. അങ്ങനെ കല്യാണം 10-15 ദിവസത്തിനുള്ളിലാണ് നമ്മുടെ കല്യാണം സെറ്റ് ആവണത്. അപ്പൊ കല്യാണം അധികം ആരും വിളിച്ചിട്ടുണ്ടായില്ല. അന്ന് കോവിഡ് സമയം ആയ കാരണം നമുക്ക് 40-45 പേരെ പറ്റിയിരുന്നുള്ളൂ അന്ന്. പിന്നെ നമ്മൾ മാക്സിമം അത്യാവശ്യം അറിയുന്നവരെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറെ പേരൊക്കെ വന്നു, കുറെ പേരൊന്നും വന്നില്ല. ബട്ട് സിറ്റുവേഷൻ അതായതുകൊണ്ട് നോ പ്രോബ്ലം. എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടുകാര് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ എന്റെ വെല്ലിച്ചന് 2 ചേട്ടന്മാര്, പിന്നെ മാമന്റെ മോൻ, പിന്നെ മാത്രം നമ്മൾ വിളിച്ചിട്ടുണ്ടായുള്ളൂ. കാരണം നമ്മുടെ സാഹചര്യം നമുക്ക് അങ്ങനെ ആയിരുന്നു, നമുക്ക് അറിയാലോ. അത് നമ്മള് കല്യാണം പോലെ നടക്കുന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അധികം നമ്മൾ പരമാവധി ഞങ്ങളുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായുള്ളൂ. എന്റെ ഫാമിലി റിലേറ്റീവ്സിന് ആരും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ അങ്ങനെയാണ് കല്യാണം നടന്നത്. അപ്പൊ ഈ 11 വർഷക്കാലം നമ്മള് നന്നായിട്ട് എന്താ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇതേപോലെ അവസ്ഥയിൽ നിൽക്കണ ആരെങ്കിലും അത് പറഞ്ഞാൽ മനസ്സിലാവും എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞങ്ങൾ നിന്നേന്നുള്ളത്. കാരണം ഞാനും വെയിറ്റ് ചെയ്തു. സിജോ സ്ട്രോങ് ആയിട്ട് നിന്നു. സിജോ ഗൾഫിൽ പോയിട്ടും എന്നെ കൈവിട്ടില്ല. നമ്മള് ഫോൺ വിളി ഉണ്ടായിരുന്നു. ഞാനിവിടെ കാത്തിരുന്നു. സിജോ വരുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ അതിന്റെ ഇടയ്ക്ക് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മള്. അതിനിടയ്ക്ക് ഞങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വല്ലാതെ ബ്രേക്കപ്പ് ഒക്കെ ആയിരുന്നു ഞങ്ങള്. അത് നമ്മൾ തുറന്നും പറയുന്നില്ല. അത് ഞങ്ങളുടേതായ ചെറിയ ചെറിയ
അത് എല്ലാം നമുക്ക് ഓപ്പണാക്കി പറയാൻ പറ്റില്ല. ഞങ്ങള് വേണ്ട എല്ലാവർക്കും വേണമെന്നുള്ള ലെവലില് പിന്നെ കുറച്ചാള് പിന്നെ വിചാരിച്ചു തന്നാ പിന്നെ എല്ലാം അവസാനിപ്പിക്കാം നിർത്താം എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ കുറെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വീട്ടുകാരെ വിഷമിക്കണ്ട. സിജോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിനെ വിഷമിപ്പിക്കാൻ പറ്റില്ലാന്ന്. പക്ഷെ അന്നെന്ന് വെച്ചാൽ സിജോനെ അതിനനുസരിച്ച് മെച്ചൂരിറ്റിണ്ടായിരുന്നു. അന്ന് എനിക്ക് അതില്ല. എനിക്ക് ഇത് തന്നെ വേണം, എനിക്ക് വേറെ കല്യാണം കഴിക്കാൻ പറ്റില്ല, എനിക്ക് വേറെ ജീവിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു മൈൻഡായിരുന്നു എന്റെ. ഇപ്പൊ എനിക്ക് ഇത്ര ഏജ് ആയി. അപ്പൊ ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷെ അതെനിക്ക് മനസ്സിലാവുന്നില്ല. അന്ന് എനിക്ക് മനസ്സിലാവും, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ചിന്തിക്കാം, അയ്യോ സിജോ അന്ന് ഞാൻ പറഞ്ഞപ്പോ അത് കേട്ടാ ശരിയായിരുന്നു. വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞതാണ്. എനിക്ക് അന്നുള്ള ബോധം ഉണ്ടായില്ല. അത് കാരണം കല്യാണം കഴിച്ചു. അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ സിജ പിന്നെ കൊറേ കിട്ടിയേനെ. ഞാൻ കെട്ടാണ്ട് സിജ കൊറേ കിട്ടും. അതെ 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 അതെ. പിന്നെ നമ്മള് ഈ 11 വർഷക്കാലം അതിന്റെ ഇടയിൽ കൊറേ എല്ലാവർക്കും പറയുന്നില്ല, അത് ഞാൻ പറയുന്നില്ല. പൊട്ട് കെട്ടാ അപ്പൂന്. പിന്നെ എന്നിട്ടാ പിന്നെ അങ്ങനെ ഇരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് സ്നേഹിക്കുന്നവര് എന്നിട്ട് പറയുന്നത് എന്നിട്ട് റിയൽ ആണെങ്കിൽ രണ്ടുപേരും ഒരേ സ്റ്റാൻഡ് നിന്നാ നടക്കും. വലിയ രണ്ടാളും ഇങ്ങനെ ഒഴുക്കത്തിലാണെങ്കിൽ ഒന്നും നടക്കൂല. ഒരുപാട് പേര് നെഗറ്റീവ് പറയാനുണ്ടാവും, ഒരുപാട് പേര് ബാക്ക് ചെയ്യാനുണ്ടാവും. ബട്ട് നമ്മള് സ്ട്രോങ് ആണ്, നമ്മളിൽ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഗോ സ്ട്രേറ്റ്. പിന്നെ നമ്മള് ഫാമിലിനെ മനസ്സിലാക്കിയില്ലെന്നല്ല കേട്ടോ, നമ്മൾക്ക് അവരുടെ വിഷമം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞങ്ങള് ജീവിച്ച് കാണിച്ചു കൊടുത്തു. കാരണം അവര് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ചിലപ്പോ കല്യാണം കഴിച്ച് സക്സസ് ആവില്ല എന്നുള്ള രീതിയിലേക്ക് അവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവാ. ഇപ്പഴത്തെ കാലഘട്ടം അങ്ങനെയാണല്ലോ. പക്ഷെ നമുക്കൊരു ഉറപ്പുണ്ട്, ഞാൻ സക്സസ് ആയി ജീവിച്ച് കാണിക്കും എന്നുള്ളത് നമുക്ക് പരസ്പരം അറിയാം. അപ്പൊ ഞങ്ങള് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ഇത് സ്ട്രോങ് ആയിട്ട് നിന്നത്. കാരണം ഇപ്പൊ ഞങ്ങൾ രണ്ട് വഴിക്കാണ് ഞാൻ നടക്കണമെങ്കിൽ അവര് പറഞ്ഞത് ശരിയെന്ന് അല്ലേ. അപ്പൊ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുത്തു. നമ്മൾ കുറ്റം പറഞ്ഞവരോടും ഞാൻ ഒരുപാട് എന്നോട് നേരിട്ടല്ലാണ്ടും കൊറേ പേരെന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു നമ്മൾ ജീവിച്ച് കാണിച്ച് കൊടുക്കണം എന്നുള്ളത്. അപ്പൊ വീട്ടുകാരെ ഒരിക്കലും തെറ്റ് പറയില്ല കേട്ടോ. അവരുടെ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തത് തെറ്റല്ല, ശരിയായിരുന്നു ഉള്ളത് നമ്മുടെ ജീവിതത്തെ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഇപ്പൊ ഞങ്ങളിപ്പോ 5 വർഷമായി ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പെണക്ക് ഇന്നും ഉണ്ടാവും, ഇപ്പൊ എന്നും ഉണ്ടാവാറുണ്ട്. അതൊന്നല്ല. പക്ഷെ ഞങ്ങൾ നല്ല സെറ്റായിട്ടാണ് പോണത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും പോവാന്നുള്ള വിശ്വാസം എപ്പോഴും ഉണ്ട്. അപ്പൊ അതാണ്. ഇപ്പൊ ഞങ്ങൾ ഫെബ്രുവരി 10-നായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശനിയാഴ്ച. വർഷം 2021. ഇപ്പോഴുള്ള വർഷം എനിക്ക് അങ്ങനെ ഓർമ്മ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങളൊരു 2010 തുടങ്ങിയ ജേണി ഉണ്ടോ. 2011 2021 11 വർഷമായപ്പോഴാണ് കല്യാണം ആയത്. 11 2026 reach 5 years completed after marriage. പിന്നെ ലവ് സ്റ്റോറി എന്ന് വെച്ചാൽ കുറേ ഉണ്ട് ശരിക്കും പറയാനുണ്ട്. പക്ഷെ നമ്മൾ ചുരുക്കി നമ്മൾ പറഞ്ഞതാണ്. ശരിക്കും ഞങ്ങളെ അറിയാവുന്ന ഫ്രണ്ട്സ് അതിൽ എനിക്ക് ഇപ്പോഴും തോന്നിയിരിക്കുന്നത് കൂടെ നിന്നേക്കുന്നത് സിജോന്റെ ആഷിലാണ്. ഞങ്ങൾ അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അത് തന്നെയല്ല ഞാൻ പറഞ്ഞ സായൂജ്, ആശ, അവരെ സിജോന് കുഞ്ഞിലെ ഫ്രണ്ട്സ്. അപ്പൊ പക്ഷെ ആഷിലായിരുന്നു എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ആഷിലിന്റെ വൈഫ് അന്ന് അവന്റെ ലവറായിരുന്നു. അപ്പൊ അവളും പിന്നെ ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നു, ജാസ്മിൻ. അപ്പൊ ഇവരൊക്കെയാണ് ഞങ്ങൾ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത്. വേറെ ഒരാളും എന്റെ കൂടെ എനിക്ക് പറയത്തക്ക എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പറയത്തക്ക ഫ്രണ്ട്സ് ഇപ്പൊ ഒരാള് പോലെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടില്ല. കാരണം എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ശിവൻ കൊറേ ഇപ്പൊ നന്നായിട്ട് അതെ അതുകൊണ്ട് ശിവൻ നന്നായിട്ട് കുറെ അനുഭവിക്കുന്നു. വേറെ ആൾക്കാരെ വേറെ അത് സിജോന്റെ മനസ്സ് അങ്ങനെ ഒരുപാട് ദാനശീലങ്ങളും അങ്ങനത്തെയാണ് സിജോ. ഞാനങ്ങനല്ല. എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇപ്പോഴും പക്ഷെ നമ്മുടെ പേഴ്സണലായിട്ട് കാര്യങ്ങള് നമ്മൾ പറയാ, നമ്മളെ സമാധാനം, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നതിന് ഒരു പരിഹാരം കാണാം. അങ്ങനത്തെ ഞങ്ങളുടെ അടുത്ത് പറയലില്ല. പറഞ്ഞിട്ട് എന്നെ മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. ഇപ്പൊ സിജോയുടെ റിലേഷൻ തന്നെ
എന്റെ കൂടെ നിന്നിട്ട് എന്നോട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങൾ കല്യാണം കഴിക്കോ, നീ സ്ഥിരം വെറുതെ ആണോ നോക്കണേന്നൊക്കെ അങ്ങനെ പറഞ്ഞ ആൾക്കാർ വ്യക്തികളുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് വയ്ക്കലില്ല. പിന്നെ എനിക്കൊരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് ഹെൽപ്പ് ചെയ്ത ആൾക്കാരുണ്ട് കേട്ടോ. അത് ഒരു വ്യക്തി, ഒരു നിമിഷം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ അങ്ങനെ ആരും ഇല്ല. ഇപ്പോഴും കോണ്ടാക്റ്റുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഡെയിലി ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കുന്ന ഫ്രണ്ട്സ് ഉണ്ട്. ആയത് നമ്മൾ എടുത്ത് പറയണല്ലോ, അപ്പൊ ഒരാൾ പ്രശ്നമാവില്ലേ. അങ്ങനെ ഇതാണ് ഇത്. അങ്ങനെ ഞങ്ങളുടെ ലൈഫിലേക്ക് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ശുണ്ട് വന്നത്. 2023 2 വർഷം പിടിച്ചു ശുണ്ട് വരാനായിട്ട്. അതിനിടയ്ക്ക് ഒരു ഉണ്ണി വന്നു. അപ്പൊ ഉണ്ണി പിന്നെ ഞങ്ങളുടെ നിന്ന് 2 മാസമായപ്പോ ഞങ്ങളത് വിട്ടു പോയി. പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞാണ് ശുണ്ടു ഞങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പൊ ശുണ്ടു ഇങ്ങനെ ഞങ്ങളുടെ കൂടെ. ഞങ്ങളുടെ ടേണിംഗ് പോയിന്റ്. അതെ, കൊണ്ടുവന്ന പിന്നെയാണ് ഞങ്ങളുടെ ഇടയിൽ കുറച്ചും കൂടി കളർഫുൾ ആയത്. അതെ അതെ. ഉണ്ടോ തന്താനെ എടുത്തിട്ട് കൊട്ട. അയ്യോ വീട് സൈല എങ്ങനെ പോയാലും അമ്മാനീനെ മാത്രമേ ഇഷ്ടമുള്ളൂ. ആവശ്യത്തിന് മാത്രം, അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ ഞാൻ വേണം. അത് കഴിഞ്ഞാ പിന്നെ എന്നെ ഇഷ്ടമല്ല. കണ്ടാ ഇവളിങ്ങനെ ഇങ്ങനെ തൊടാൻ പാടില്ല. തൊട്ട് കഴിഞ്ഞാ പിടിക്കും. കണ്ട അവള് അവളുടെ അമ്മാനി മാത്രമാണ് അവളുടെ ലോകം. അത് ഇവൾക്ക് 2 വയസ്സാവുമ്പോഴാണ് നമ്മളിവിടെ വരുന്നത്. 2 വയസ്സിൽ ഞാൻ എൻ്റെ കൂടെ സിജോന് ഇവിടെ ആയിരുന്നു. പിന്നെ 2 വയസ്സായപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ടുവരണതേ. ഇപ്പൊ 1 വർഷം ആവാറായി. അപ്പം ഇതേപ്പോ പിന്നെ കുറുമ്പ് കൂടി. അവൾക്ക് ഭയങ്കര കുറുമ്പത്തിയാണ് അവള്. ഭയങ്കര കുറുമ്പത്തിയാണ്. ഇപ്പം ഭയങ്കര കുറുമ്പിയാണ്. സിജോനൊന്നും ഇങ്ങനെ അല്ല, സിജോ ഇങ്ങനെ പാവായിരുന്നാ പറയണേ. പക്ഷെ ഇവള് നല്ല കുറുമ്പിയാണ്, ഞങ്ങളുടെ കുറുമ്പി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു ലൈഫ്. അപ്പോ നമുക്കിനി വാലന്റൈൻസ് ഡേ അന്ന് നമുക്ക് വേറൊരു സ്റ്റോറി കേൾക്കാം. വാലന്റൈൻസ് ഡേ അന്ന് പ്രണയ സ്റ്റോറികൾ, ക്രഷ് സ്റ്റോറികൾ. അത് വേറെ. അപ്പൊ നമുക്ക് വേറെ സ്റ്റോറി ഉണ്ടാക്കാം. വാലന്റൈൻസ് ഡേ അന്ന് ഈ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ഷെയർ ഉണ്ടായിരുന്ന ക്രഷുകൾ ആരൊക്കെയാണെന്നുള്ളത് ചേട്ടൻ പറയും കേട്ടാ. ഞാനും പറയാം. ഇല്ല ഇല്ല ഇല്ല. ഇങ്ങനെ ഞാൻ ദൂല ഇങ്ങനെ. അപ്പൊ നമുക്ക് അന്ന് ഞാൻ ലിസ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് ആ സ്റ്റോറി കേൾക്കാം. അപ്പോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയുടെ ഞങ്ങളുടെ സ്റ്റോറി ചേട്ടാ. അപ്പൊ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇവിടെ കൈതാ നമുക്ക് അമ്മാനിക്കൊരു ഉമ്മത്തോട്ടെ. ചുണ്ടൂലും മറ്റേ. ബൈ ബൈ.